പാലാ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ശവപ്പെട്ടിയിൽ കിടന്ന നിരാഹാര സമരം. അജി മർക്കോസ് എന്നയാളാണ് വേറിട്ട സമരം നടത്തിയത്. നഗരസഭാ അധികൃതർ അജി മർക്കോസുമായി പ്രശ്നം ചർച്ച ചെയ്തതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പൊൻകുന്നം പാലത്തിനടിയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിക്കാത്ത നഗരസഭാ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പരാതിക്കാരനായ അജി മർക്കോസ് നഗരസഭാ ഓഫീസിന് മുമ്പിൽ ശവപ്പെട്ടിയിൽ കിടന്ന് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. സ്വകാര്യ വ്യക്തി സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഭൂമി കയ്യേറി ഒരു വലിയൊരു ബിൽഡിംഗ് സ്ഥാപിച്ചു. കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവും ബഹുമാനായ 18-ാം വാർഡ് കൗൺസിലറും ചൊള്ളാനി സാറ് നഗരസഭാ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു. ഇവിടെ നഗരസഭയിൽ ഇങ്ങനെ ഒരു അനധികൃത കയ്യേറ്റം നടക്കുന്നുണ്ട്, വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും 18-ാം വാർഡ് കൗൺസിലറും കഴിഞ്ഞ ടൈമിൽ പരാതി കൊടുത്തിട്ട് പോലും ഈ വിഷയത്തിൽ നഗരസഭ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ പാർക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം, ആ മൊബൈൽ പാർക്കിൻ്റെ ട്രേഡ് മാർക്ക് ലൈസൻസ് ഓൾ ഇന്ത്യ എനിക്കാണ് അനുവദിച്ചിരിക്കുന്നത്. ആ ഒരു പേരിൽ മറ്റൊരു വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിനെ പ്രതികരിച്ചു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഈ നഗരസഭയിൽ ഇങ്ങനെ ഒരു അനധികൃത കയ്യേറ്റം നടന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത്. പൊതുപ്രവർത്തകൻ ജോയി കളരിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ആ ശമ്പളത്തിന്റെ കാലാവധി കഴിഞ്ഞ് ഈ പെൻഷൻ കൈപ്പറ്റി ഇരിക്കുന്നവർക്ക് ഇത്തരം പങ്കുകൾ അനുവദിക്കുക, അവരത് മറച്ചു വെച്ച് ലാഭം ഉണ്ടാക്കുക, അങ്ങനെ ഇതൊരു ബിസിനസ്സായി മാറ്റിയെടുക്കുക. പങ്കുകളുടെ വീതിയോ അതിന്റെ നീളോ വിസ്തീർണോ ഒന്നുമില്ല, മാനദണ്ഡമില്ല. ആ പങ്ക് അനുവദിക്കുന്ന 4 കാലം നിർത്തി ജീവനക്കാർക്കും അനുവദിക്കുന്ന പങ്കുകൾ അത് പിന്നീട് അവർ കൊട്ടാരം വലിയൊരുമ്പോൾ ആ പ്രദേശം മുഴുവൻ ആ സർക്കാർ ഭൂമി കൈയടക്കി വെച്ചുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ തീർത്ത് ക്രമവ്യക്തമായ നിയമവ്യക്തമായ കെട്ടിടങ്ങൾ തീർത്തുകൊണ്ട് അതിന് അനുമതി നൽകുകയും ലൈസൻസ് നൽകുകയും ചെയ്യുന്ന നഗരസഭ അധികാരികളുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ പരാതി നൽകുകയും ചെയ്യുന്നുണ്ട്, നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അധികാരികളുടെ. നഗരസഭയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് നൽകിയിരുന്ന ബങ്ക് ലൈസൻസ് അനധികൃതമായി കൈക്കലാക്കി മറ്റൊരു സ്വകാര്യ വ്യക്തി ഇവിടെ കെട്ടിടം പണിയുകയും വാടകയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് അജി മർക്കോസ് നഗരസഭയിൽ പരാതി നൽകിയത്. തുടർന്ന് ഹൈക്കോടതിയെയും സമീപിച്ചു. കോടതി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് നഗരസഭ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റാൻ തയ്യാറായില്ല. താൽക്കാലിക ബങ്കിന് പകരം കെട്ടിടം നിർമ്മിച്ചത് ഗുരുതരമായ ക്രമക്കേടാണെന്ന് അജി പറഞ്ഞു. അതേസമയം അനധികൃത നിർമ്മാണത്തിനെതിരെ നഗരസഭ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണെന്ന് പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പറഞ്ഞു. നിലവിൽ കെട്ടിടത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളതാണ്. പൊളിച്ചു നീക്കുന്നതിനായി നിയമപ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഈ ഒരു പ്രശ്നത്തെപ്പറ്റി നഗരസഭാ അധികൃതർ നിയമപരമായി നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ബിൽഡിങ്ങിൻ്റെ ലൈസൻസ് കട്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ആരും പ്രവർത്തിക്കുന്നതുമില്ല. നമ്മൾ നിയമപരമായി നോട്ടീസും കൊടുത്തിട്ടുണ്ട്. 3 നോട്ടീസുകൾ കൊടുക്കണം. 3 നോട്ടീസിനതിന് ഒരു 15 ദിവസത്തെ സാവധാനം വെച്ച് ഓരോ നോട്ടീസുകൾ കൊടുക്കുള്ളൂ. രണ്ടാമത്തെ നോട്ടീസ് ഈ ഉടനെ അതിൽ കൊടുക്കും. ഈ 3 നോട്ടീസുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ പൊളിച്ചു മാറ്റാനാണ് നീക്കങ്ങൾ ചെയ്യാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നിയമപരമായ നടപടി ചെയ്യാൻ കഴിയുള്ളൂ. നിയമപരമായി തന്നെ ഇവിടെ നഗരസഭ ഇതിൻ്റെ ആക്ഷൻ എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഓൾറെഡി പ്രൊസീജിയറിലാണ്. ഇത് കൂടുതൽ നമുക്ക് നിയമപരമായി പെട്ടെന്നൊരു എന്താ പറയുന്നത് പൊളിച്ചു മാറ്റാൻ ഇന്നോ നാളെ പൊളിച്ചു മാറ്റാവുന്നൊരു സാഹചര്യം നമുക്ക് നിയമത്തെ അങ്ങനെ വെല്ലുവിളിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിയമപരമായി ഇതിൻ്റെ സാവകാശം എടുത്ത് ഈ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. തുടർന്ന് കൗൺസിലർമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അജി മർക്കോസ് സമരം പിൻവലിച്ചു. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഈ രാജ്യത്തില് നമ്മുടെ പ്രതിഷേധങ്ങളാണ്. ചേട്ടനൊരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഞാനിവിടെ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് സങ്കടം തോന്നി. നമ്മുടെ കൗൺസിലേഴ്സിനെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഇത് നിയമപരമായി തന്നെ പാലാ മുനിസിപ്പാലിറ്റിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ചേട്ടനുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. മാത്രമേ ചെയ്യാൻ പരസ്പരത്തിൽ ഉൾപ്പെടെ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു ഒഫീഷ്യലായിട്ട് വേണ്ടതല്ല, ഒഫീഷ്യലൊക്കെ ചെയർപേഴ്സണാണ്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളൊരു ഇത് വെച്ച് ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ചേട്ടൻ അത് ബോധ്യപ്പെട്ടു. അതിൻ്റെ വെളിത്തിലാണ് ചേട്ടൻ ഇവിടെ ഈ സമരം അവസാനിപ്പിച്ചത്. നമ്മൾ ഈ സമരം നമ്മളിന്ന് പ്രഖ്യാപിച്ച പോലെ തന്നെ നമ്മളിവിടെ ഈ സമരമുറ നമ്മളിവിടെ നടത്തിയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ കൗൺസിലർമാരും ഈ നേതാക്കന്മാരൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നിരാഹാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നഗരസഭ വേണ്ട ഒരു തീരുമാനം ഉചിതമായി കൈക്കൊള്ളുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. കൗൺസിലർമാരായ ബിജു മാത്യു, ഷാജി തുരുത്തൻ, ബിജു പാലപ്പടവൻ തുടങ്ങിയവർ അജി മർക്കോസുമായി സംസാരിക്കുകയും തുടർന്ന് കൗൺസിലർ ബിജു മാത്യു നൽകിയ നാരങ്ങാനീര് കഴിച്ച് ഉപവാസ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു.